കുറച്ച് പട്ടാളക്കാരാണെങ്കിൽ ഒരു കൊടുങ്കാട്ടില് ഒറ്റപ്പെട്ടു പോവാണ്. പക്ഷേ അതല്ലായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. ആരോ ഒരാൾ അവരുടെ ടീമിലുണ്ടായിരുന്ന ഓരോരുത്തരായിട്ട് അതിക്രൂരമായിട്ട് വേട്ടയാടി കൊന്നുകളയാണ്. പക്ഷേ ഇവർക്കാർക്കും അതിനെ കാണാൻ കഴിയുന്നില്ല. എന്തായിരുന്നു അത്? അവര് ഇനി എങ്ങനെയായിരിക്കും അവിടെ നിന്ന് രക്ഷപ്പെടുക? അപ്പൊ പോവല്ലേ കഥകളുടെ ആ വിശാലമായ ലോകത്തേക്ക്. സിനിമയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് അങ്ങ് ബഹിരാകാശത്താണ്. അവിടെ ഇപ്പോ തീ പോലത്തെ എന്തോ ഒരു വസ്തു നേരെ ഭൂമിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അമേരിക്കയുടെ അതിർത്തിയിലുള്ള ഒരു ദ്വീപിലാണ്. അങ്ങോട്ടേക്ക് ഇപ്പോ ഒരു ഹെലികോപ്റ്റർ വരുവാണ്. അതിൽ നിന്നും കുറച്ചാളുകൾ എന്തോ ഒരു ദൗത്യത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുവാണ്. അവരെ കണ്ടാലേ അറിയാം എല്ലാം നല്ല മുറ്റു സാധനങ്ങളാണ്. ഇപ്പോ ഇവരുടെയൊക്കെ നേതാവായിട്ടുള്ള ഡച്ചിനെ കാണിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു വണ്ടിയും എടുത്തുകൊണ്ട് നേരെ ആർമി ഓഫീസിലേക്ക് പോവാണ്. അവിടെ ഇവരെയും കാത്തുകൊണ്ട് ജനറൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ജനറലാണെങ്കിൽ ഡക്കിനെയും കൂട്ടിയിട്ട് നേരെ ക്യാമ്പിന്റെ ഉള്ളിലേക്ക് പോവാണ്. എന്നിട്ട് അവര് ചെയ്യേണ്ട ആ ഒരു ദൗത്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ഈ നാട്ടിലെ ക്യാബിനറ്റ് മന്ത്രിയും അദ്ദേഹത്തിന്റെ സഹായം വയ്ക്കൊണ്ടിരുന്ന ഹെലികോപ്റ്റർ ആണെങ്കിൽ ഉൾക്കാട്ടിൽ എവിടെയോ തകർന്നു വീണിട്ടുണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ അത് ഏകദേശം ഇവിടെ ആയിരിക്കുമെന്ന് ഒരു മാപ്പ് എടുത്ത് കാണിച്ചിട്ട് അദ്ദേഹം പറയാണ്. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിലാണെങ്കിൽ കുറച്ച് ഗൊറില്ല സംഘങ്ങളുണ്ട്. ചിലപ്പോ അവരുടെ പിടിയിലായിരിക്കും നമ്മളുടെ മന്ത്രി. നിങ്ങൾ ഇത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലുക, അവരെല്ലാം കൊന്ന് മന്ത്രിയെ സുരക്ഷിതമായിട്ട് തിരികെ എത്തിക്കുക. അതാണ് നിങ്ങളുടെ പ്രധാന ദൗത്യം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ സമയത്ത് ഡെക്ക് പറയാണ്, അതിന് ഞങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, ആർമിയെ വിട്ട പോരെന്ന് അവൻ പറഞ്ഞ സമയത്ത് നിന്നെ വിളിക്കാൻ ഞാനാണ് പറഞ്ഞതെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറയാണ്. അത് ആരെന്നറിയാൻ വേണ്ടി അവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് അവന്റെ ഒറ്റ സുഹൃത്തായിട്ടുള്ള ടിലോണായിരുന്നു. അവനെ കണ്ട സമയത്ത് ഡെക്കാണെങ്കിൽ വളരെയധികം സന്തോഷത്തോടുകൂടി അവന്റെ അടുത്തേക്ക് ചെല്ലുകയും കൈ കൊടുക്കുകയും ചെയ്യാണ്. ടിലോണാണെങ്കിൽ ഒന്ന് മസിൽ പിടിക്കുകയും ഡെക്കാണെങ്കിൽ വളരെയധികം കൂളായിട്ട് തന്നെ ഒന്ന് പഞ്ച് പിടിച്ച് അവനെ തോൽപ്പിക്കുകയാണ്. ഗറില്ലകളുടെ കയ്യിൽ നിന്നും മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പട്ടാളക്കാരെ അയച്ചുകൂടായിരുന്നു എന്ന് ഡെക്ക് ചോദിച്ച സമയത്ത് ഗറില്ലകളുടെ ഇടയിലേക്ക് ചെന്നിട്ട് ഒരു ഫൈറ്റ് നടത്താനും അവരെ തോൽപ്പിക്കാനും നിന്റെ ടീമിനെ കഴിഞ്ഞ് വേറെ ആരുമുള്ളോ എന്നും നിന്റെ ടീം അത്രയ്ക്കും കിടിലമാണെന്ന് ടിലോൺ പറയാണ്. അങ്ങനെ അവര് അതിന് തയ്യാറാവുകയും ഹെലികോപ്റ്റർ തകർന്നു വീണ ആ ഒരു ലൊക്കേഷനിലേക്ക് ദൗത്യത്തിനായിട്ട് അവര് പോവുകയും ചെയ്യാണ്. അങ്ങനെ അവര് ഒരുപാട് ദൂരം താണ്ടി ആ ദ്വീപിലുള്ള കൊടുങ്കാട്ടിന്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ അവരാണെങ്കിൽ ഒരു കയർ ഉപയോഗിച്ച് ഹെലികോപ്റ്ററിൽ നിന്നും ഓരോരുത്തരായിട്ട് താഴേക്ക് ഇറങ്ങുവാണ്. അതിനുശേഷം ഡെക്കും അവന്റെ ടീമും കൂടെ ആണെങ്കിൽ തകർന്നു വീണ ആ ഒരു ഹെലികോപ്റ്റർ അന്വേഷിച്ചുകൊണ്ട് നേരെ മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ അവര് ആയുധങ്ങളൊക്കെ ആയിട്ട് ആ കാട്ടിലൂടെ കുറെ ദൂരം മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ പോയി അവസാനം ആ ഒരു കാഴ്ച അവര് കാണുവാണ്. അവര് തേടി വന്ന ആ ഒരു ഹെലികോപ്റ്റർ ആണെങ്കിൽ മരത്തിന് മുകളിൽ തകർന്നു വീണ് കിടക്കുകയാണ്. ഇപ്പൊ ഡെക്കിന്റെ ടീമിലുള്ളവരാണെങ്കിൽ ഒരു ഹാങ്കർ റോപ്പ് ഉപയോഗിച്ച് ആ മരത്തിന്റെ മുകളിലേക്ക് കയറുകയും അതിനുശേഷം ആ ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ പരിശോധിക്കുകയും ചെയ്യാണ്. പരിശോധിച്ച് കഴിഞ്ഞ ശേഷം അവരാണെങ്കിൽ അവർക്ക് കിട്ടിയ അറിവുകളെല്ലാം വന്ന് ഡെക്കിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെന്തോ പ്രത്യേകതരം ആയുധം വെച്ചിട്ടാണ് വെടിവെച്ചിട്ടിരിക്കുന്നത്. പക്ഷേ അത് എന്തായുധമാണെന്ന് അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ഈ ഹെലികോപ്റ്റർ ആണെങ്കിൽ അത് മന്ത്രിയുടെ ഹെലികോപ്റ്റർ ഒന്നുമല്ല, ഏതോ ആർമിയുടെ ഹെലികോപ്റ്റർ ആണ്. ഇത് കണ്ടിട്ട് ആ ഗറില്ല കാട്ടുവാസികൾ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന് അവരുടെ കയ്യിൽ എങ്ങനെയാണ് ഇത്രയും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജികൾ ഉണ്ടാവുക? അതൊരിക്കലും സാധ്യമല്ലെന്നിപ്പോ ഡെക്ക് ടിലോനോട് പറയാണ്. ഇതോടെ എന്താണ് സംഭവിച്ചെന്നറിയാതെ അവരാകെ കുഴപ്പത്തിലാവുകയാണ്. ഒരു പക്ഷേ ആ ഹെലികോപ്റ്ററിൽ ഇനിയും ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. അവരുടെ ബോഡി ഇവിടെ എവിടെയെങ്കിലും കാണും. വേഗം തന്നെ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഡെക്ക് അവന്റെ ടീമിനോട് പറയാണ്. അങ്ങനെ അവര് ബോഡികൾക്ക് വേണ്ടിയിട്ട് അവിടെ എല്ലായിടത്തും പരിശോധിക്കുകയാണ്. ഇതേ സമയത്താണ് ബില്ലിക്ക് അവനെന്തോ അസാധാരണമായിട്ട് അവിടെ എന്തോ ഉള്ളതായിട്ട് ഫീൽ ആവുന്നത്. ഈ ബില്ലിക്കാണെങ്കിൽ ഒരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ. അവനാണെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന ചെറിയ ഒരു കാര്യങ്ങൾ പോലും മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഇപ്പൊ അവനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾക്കിടയിലേക്ക് കയറി നോക്കുകയാണ്. അങ്ങനെ നോക്കിയ സമയത്ത് ഇലകൾ മാറ്റി നോക്കിയപ്പോ കണ്ടത് മനുഷ്യനെ തൊലി ഉരിച്ച് കെട്ടി തൂക്കിയിരിക്കുന്നതാണ്. ഇത് കണ്ട് എല്ലാവരും ചെറുതായിട്ടൊന്ന് പേടിച്ചു പോവാണ്. ഇപ്പോ ഡെക്ക് ചോദിക്കുകയാണ്, ഈ ഗോറില്ലക്കാരെന്താ അത്രയ്ക്കും ക്രൂരന്മാരാണോ ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഇപ്പൊ ബില്ലിയും കൂട്ടരും അവിടെ പരിശോധിച്ച സമയത്ത് ഈ പട്ടാളക്കാരുടെ കഴുത്തിലേക്ക് ഒരു മാല കാണുമല്ലോ, അങ്ങനത്തെ ഒരു മാല ഇപ്പോ അവർക്ക് കിട്ടുവാണ്. അതിപ്പോ നേരെ ഡെക്കിന് കൊടുക്കുകയാണ്. അവനാണെങ്കിൽ അതിൽ ആരുടെ പേരാന്ന് നോക്കിയ സമയത്ത് ജിം ഹോപ്പർ അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു. അയാളെ ഡെക്കിന് അറിയാമായിരുന്നു. അയാളാണെങ്കിൽ ആർമിയിലെ എന്തോ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അവരെന്തിനായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഡെക്ക് ചോദിച്ച സമയത്ത് അതെനിക്ക് അറിയത്തില്ലെന്ന് ടിലോൺ മറുപടി പറയാണ്. ഇതേ സമയത്താണ് ബില്ലിക്ക് അവിടെ നിന്നും ബുള്ളറ്റുകൾ നിറച്ച് കുറച്ച് കവറുകൾ കിട്ടുന്നത്. ഇവിടെ എന്താ നടന്നതെന്ന് ഡെക്ക് ചോദിച്ച സമയത്ത് ഇവിടെ തീർച്ചയായിട്ടും ഒരു വെടിവെപ്പ് നടന്നിരിക്കണം. ഈ ബുള്ളറ്റുകൾ നിറച്ച കവറുകൾ ചിലപ്പോ ആർമിയുടെ ആയിരിക്കണം. വെടിവെച്ചത് ഉറപ്പായിട്ടും ആ ഹെലികോപ്റ്റർ വന്നവരായിരിക്കണം. പക്ഷേ അവരാരെയാണ് വെടിവെച്ചതെന്ന് അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നിപ്പോ ബില്ലി പറയാണ്. നമുക്കെന്തായാലും ആ ഗറില്ലകളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. അതിനുശേഷം അവരുടെ കയ്യിൽ നിന്നും മന്ത്രിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താമെന്നിപ്പോ ഡെക്ക് പറയാണ്. അതിനുശേഷം അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി അവരെല്ലാവരും
മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ അവരാണെങ്കിൽ ആ കാട്ടിലൂടെ മുന്നോട്ടേക്ക് പോവാണ്. ഇതേ സമയത്താണ് അവരെ ആരൊരാൾ നിരീക്ഷിക്കുന്നത്. പക്ഷേ അതൊരിക്കലും മനുഷ്യനല്ലായിരുന്നു. കാരണം ആ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ അറിയാം അതൊരിക്കലും ഒരു മനുഷ്യന്റെ അല്ലെന്ന്. ഇതിനിടെ ഡെക്കിനാണെങ്കിൽ ഒരു സംശയം തോന്നി. അവനാണെങ്കിൽ ചുറ്റും നോക്കുമെങ്കിലും അവിടെ ആരെയും കാണാൻ കഴിയുന്നില്ല. എന്നാൽ അവനെ ആണെങ്കിൽ ആരൊരാൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവനാണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ടേക്ക് നടക്കുകയാണ്. അങ്ങനെ കുറെ ദൂരം ഇവര് മുന്നോട്ടേക്ക് പോയ സമയത്ത് അവസാനം ഗറില്ലകളുടെ ആ ഒരു താവളം അത് ഇവര് കണ്ടുപിടിക്കുകയാണ്. ഇപ്പൊ ഡെക്കാണെങ്കിൽ ഒരു ബൈനാക്കുലർ ഉപയോഗിച്ച് ഇവർ നിൽക്കുന്ന ആ ഒരു പൊസിഷനും കാര്യങ്ങളും പിന്നെ ഇവരുടെ എണ്ണമെല്ലാം കൃത്യമായിട്ട് തന്നെ പഠിക്കുകയാണ്. അവര് എവിടെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്നും മാക്കും ബ്ലെയിനും നിങ്ങൾ രണ്ടുപേരും ആ കുടിലുള്ളവരെ നോക്കണം. ബില്ലിയും പോഞ്ചോയും നിങ്ങൾ രണ്ടുപേരും ആ കാവൽക്കാരെ നോക്കണം. ബാക്കിയുള്ള രണ്ടുപേരും ബാക്കപ്പായി തന്നെ ഇവിടെ നിന്നാ മതി എന്നിപ്പോ ഡെക്ക് പറയാണ്. അങ്ങനെ അവര് പതിയെ രണ്ടുപേരുള്ള ടീമായിട്ട് പതിയെ അങ്ങോട്ടേക്ക് ഇറങ്ങാണ്. എന്നിട്ട് അവിടെ കാവൽ നിന്നവരെ ആണെങ്കിൽ ഒളിച്ചു നിന്നിട്ട് കൊന്നു കളയാണ്. ഇപ്പോ അവിടെ കാവൽ നിന്നിരുന്ന എല്ലാവരും മരിച്ചെന്ന് മനസ്സിലാക്കിയ ഡെക്കാണെങ്കിൽ നേരെ താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അവിടെ ഒരു വണ്ടിയാണെങ്കിൽ തടികളുടെ മുകളിൽ വെച്ച് അത് സ്റ്റാർട്ട് ചെയ്ത് അതുവഴി വെള്ളം അങ്ങോട്ടേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട സമയത്ത് ഡെക്കിനാണെങ്കിൽ ഒരു ഐഡിയ തോന്നുകയാണ്. അവനിപ്പോ എന്ത് ചെയ്തു, ആ വണ്ടിയിൽ ഒരു ബോംബ് സെറ്റ് ചെയ്തിട്ട് അത് നേരെ അവരുടെ നേർക്ക് ഉരുട്ടി അങ്ങ് വിടുവാണ്. ഇപ്പൊ ആ വണ്ടിയാണെങ്കിൽ ഒരു നിയന്ത്രണമില്ലാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുടിലേക്ക് ഇടിച്ചു കയറുകയും ഡെക്ക് ഉടൻ തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ റിമോട്ട് അങ്ങ് അമർത്തുവാണ്. അപ്പോൾ തന്നെ അവിടെ വലിയൊരു ബ്ലാസ്റ്റ് നടക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് ബാക്കിയുള്ളവരാണെങ്കിൽ ഗ്രനേഡുകളെല്ലാം വാരി എറിയാണ്. ഇതെന്താ സംഭവിക്കുന്നതെന്നറിയാതെ പേടിച്ചു നിൽക്കുന്ന ഗറില്ലകളുടെ അടുത്തേക്ക് ഡെക്ക് ചാടി വന്ന ശേഷം അവന്റെ കയ്യിലുണ്ടായിരുന്ന മിസൈല് പോലത്തെ എന്തൊരു സാധനം വെച്ച് പൊട്ടിക്കുകയാണ്. ഇതോടെ ബാക്കിയുള്ളവരാണെങ്കിൽ അങ്ങോട്ടേക്ക് വരികയും അവിടെ വലിയൊരു വെടിവെപ്പ് തന്നെ നടക്കുകയാണ്. ഇതിനിടെ പ്ലെയിൻ ആണെങ്കിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന മിഷൻ ഗണ്ണ് പുറത്തേക്ക് എടുക്കുകയാണ്. അത് ഉപയോഗിച്ച് അങ്ങോട്ടേക്ക് വന്ന ആളുകളുടെ എല്ലാം നെഞ്ചും കൂടി തകർത്ത് കളയാണ്. ഇതിനിടെ രണ്ടുപേരാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് ഡെക്കാണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന മിസൈൽ ലോഞ്ചർ വെച്ച് അത് തകർത്ത് കളയാണ്. ഇതിനുശേഷം ഡെക്കും അവന്റെ ടീമും കൂടെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഗൊറില്ലക്കാരെയും കൊന്നു കളയാണ്. ഇതേ സമയത്താണ് ആരൊരാൾ പുറകിലൂടെ വന്നിട്ട് ഡെക്കിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ഇത് കണ്ട ഡെക്കാണെങ്കിൽ അവനെ അവിടെ അടിച്ചു വീഴ്ത്തുകയാണ്. അതാരെന്ന് നോക്കിയ സമയത്ത് ഒരു പെൺകുട്ടിയായിരുന്നു. ഇതിനുശേഷം ഡെക്ക് നേരെ മാക്കിന്റെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് ക്യാബിനറ്റ് മന്ത്രി കിട്ടുമെന്ന് അവൻ തിരക്കുകയാണ്. ഇപ്പോ മാക്ക് പറയാണ്, ഇവിടെ അങ്ങനെ ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല നമ്മൾ ഈ കൊന്ന ആളുകളുണ്ടല്ലോ അവരാണെങ്കിൽ റഷ്യൻ മിലിറ്ററിയിൽ പെട്ട ആളുകളാണെന്നിപ്പോ അവൻ പറയാണ്. ഇത് കേട്ട സമയത്ത് ഡെക്കാണെങ്കിൽ നേരെ ടിലോന്റെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് അവനോട് പറയാണ്, നീ ഞങ്ങളോട് കള്ളം പറഞ്ഞതാണല്ലേ, ഇവിടെ മന്ത്രി അപകടപ്പെട്ട് കിടക്കുകയാണെന്ന്. ഈ ഗൊറില്ലകളെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലേ നീ ഞങ്ങളെ വിളിപ്പിച്ചതെന്നിപ്പോ അവൻ പറയാണ്. ഇപ്പോ ടിലോൻ പറയാണ്, ഈ ഗൊറില്ലകളെ കൊല്ലാൻ നിന്റെ ടീമിനല്ലാതെ വേറെ ആരെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് മന്ത്രിയുടെ കാര്യം കള്ളം പറഞ്ഞുകൊണ്ട് നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. ഇനി ഇതുപോലത്തെ ഒരു കാര്യത്തിനും തന്നെ വിളിച്ചു പോകരുതെന്ന് ഡെക്ക് പറയാണ്. അങ്ങനെ ഇപ്പൊ അവരാണെങ്കിൽ തിരിച്ചു പോകാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഇതേ സമയത്താണ് ടിലോണാണെങ്കിൽ ആ പെൺകുട്ടിയുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് പറയാണ്, ഇവളും അവരുടെ കൂട്ടത്തിൽപ്പെട്ടവളാണ്. മാത്രമല്ല അവരെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇവളെയും കൂടെ കൊണ്ടുപോകണമെന്നപ്പോ ടിലോൻ പറയാണ്. അങ്ങനെ ഡെക്കാണെങ്കിൽ മാപ്പ് എടുത്തിട്ട് ബില്ലിയെ കാണിച്ചിട്ട് നമുക്ക് എങ്ങനെ ഇവിടെ നിന്നും പുറത്തേക്ക് കടക്കാമെന്ന് അവനോട് ചോദിക്കുകയാണ്. ഈ മലയുടെ അടിവാരത്ത് കൂടി കിഴക്കോട്ടേക്ക് നടക്കുക, അതേ ഉള്ളൂ ഒരു മാർഗമെന്നിപ്പോ അവൻ പറയാണ്. എങ്കിൽ വേഗം തന്നെ ഒട്ടും സമയം കളയാതെ അങ്ങോട്ടേക്ക് പോകാമെന്നിപ്പോ അവര് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇതേ സമയത്താണ് ദൂരെ ഇരുന്നു കൊണ്ട് ആരൊരാളാണെങ്കിൽ ഇവര് ചെയ്യുന്ന ഈ കാര്യങ്ങളിലെല്ലാം വളരെയധികം കൃത്യമായിട്ട് തന്നെ നിരീക്ഷിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ അവരാണെങ്കിൽ ആ കാട്ടിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് തന്നെ നടക്കുകയാണ്. അങ്ങനെ അവരാണെങ്കിൽ ആ കാട്ടിലൂടെ ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് തന്നെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് ബില്ലിക്കാണെങ്കിൽ എന്തോ ഒന്ന് ഫീൽ ആവുകയാണ്, അവിടെ ആരോ ഉള്ളതായിട്ട്. ഇപ്പൊ അവനാണെങ്കിൽ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഒറ്റ നിൽപ്പങ്ങ് നിൽക്കുകയാണ്. ഇത് കണ്ട ഡെക്കാണെങ്കിൽ ബാക്കിയുള്ളവരോട് പറയാണ്, എല്ലാവരും അവിടെ തന്നെ നിൽക്ക്, ബില്ലി എന്തിനെയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞിട്ടും ബില്ലി ആണെങ്കിൽ അനങ്ങാതെ നിൽക്കുന്നത് കണ്ട് അവൻ എന്തിനാണ് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലെന്ന് അവർ പറയുകയും ഇപ്പൊ ഡെക്കാണെങ്കിൽ തോക്കുമായിട്ട് നേരെ ബില്ലിയുടെ അടുത്തേക്ക് വരികയും എന്താ കാര്യമെന്നിപ്പോ ഡെക്കാണെങ്കിൽ മാക്കിനോട് ചോദിച്ച സമയത്ത് അവൻ പറയാണ്, ആ മരങ്ങൾക്കിടയിൽ എന്തോ ഒന്നുണ്ട്. എന്നാൽ ഡെക്ക് നോക്കിയ സമയത്താണെങ്കിൽ അവിടെ ഒന്നിനെയും കാണാൻ കഴിയുന്നില്ല. എന്നാൽ ആ മരത്തിലുണ്ടായിരുന്ന ആ ഒരു ജീവിയാണെങ്കിൽ ഇവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്താണ് ഇവര് പിടിച്ചുകൊണ്ടുവന്ന ആ പെൺകുട്ടിയാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മരകഷ്ണം എടുത്തിട്ട് ഡെക്കിന്റെ കൂട്ടുകാരനെ അവിടെ അടിച്ചിട്ട ശേഷം അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ്. ഇത് കണ്ട് ഡെക്കാണെങ്കിൽ വേഗം തന്നെ അവളെ പിടിക്കാൻ വേണ്ടി പറയാണ്. ഇപ്പോ കൂട്ടത്തിലുണ്ടായ ഒരുത്തനാണെങ്കിൽ അവളെ പിടിക്കാൻ വേണ്ടി അവളുടെ പിന്നാലെ തന്നെ ഓടുകയാണ്. ഇതെല്ലാം ഇവരെ നിരീക്ഷിക്കുന്ന ആ ഒരു ജീവിയാണെങ്കിൽ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഓടി കുറെ ദൂരം പിന്നിടുകയും അവളെ പിടിക്കാൻ വന്നവനാണെങ്കിൽ ഇപ്പോ അവളുടെ
ഒപ്പം തന്നെ എത്തുവാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് അവനാണെങ്കിൽ അവളെ പിടിക്കുകയാണ്. ഇപ്പൊ അവളാണെങ്കിൽ അവന്റെ അടുത്ത് നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവനാണെങ്കിൽ ഗണ്ണെടുത്ത് കാണിച്ചിട്ട് അവളോട് പറയാണ് അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ. ഇത് കേട്ട സമയത്ത് അവളാണെങ്കിൽ അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്. ഇതേ സമയത്താണ് എന്തോ ഒരു ജീവി ഇവരുടെ നേർക്ക് വരുന്നതായിട്ട് അവര് കാണുന്നത്. പക്ഷേ അത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ തന്നെ ആ ജീവി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ ആക്രമിക്കുകയാണ്. ഇപ്പൊ അവന്റെ കരച്ചിൽ കേട്ട് ബാക്കിയുള്ളവരാണെങ്കിൽ അങ്ങോട്ടേക്ക് ഓടി വരുമ്പോഴേക്കും അവനെ കൊന്ന് അവന്റെ ബോഡി എടുത്തുകൊണ്ട് ആ ജീവി ആണെങ്കിൽ അവിടെ നിന്നും പോവാണ്. അപ്പോഴേക്കും ഡെക്കും മാക്കും ടിലോണുമൊക്കെ അങ്ങോട്ടേക്ക് ഓടി എത്തുവാണ്. അവര് നോക്കുന്ന സമയത്ത് ആ പെൺകുട്ടി ആണെങ്കിൽ ചോരയിൽ കുളിച്ച് അവിടെ ഇരിക്കുകയാണ്. ഇപ്പൊ എന്താണ് സംഭവിച്ചെന്നറിയാതെ അവരാണെങ്കിൽ ആ പെൺകുട്ടിയോട് തിരക്കുമെങ്കിലും അവളാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. അതേ സമയത്താണ് അവിടെ തറയിലായിട്ട് കുറേയധികം രക്തത്തുള്ളികൾ വീണ് കിടക്കുന്നത് അവര് കാണുന്നത്. ഇപ്പൊ മാക്കാണെങ്കിൽ അതിന്റെ പിന്നാലെ പോയി നോക്കുകയാണ്. അങ്ങനെ പോയി നോക്കിയപ്പോ കണ്ടത് അവിടെയാണെങ്കിൽ കുറച്ച് കുടലും ബണ്ണങ്ങളും വീണ് കിടക്കുകയാണ്. ഇതേ സമയത്ത് ഡെക്കാണെങ്കിൽ ആ പെൺകുട്ടിയോട് ചോദിക്കുകയാണ് എവിടെ അവൻ, നീ അവനെ എന്താണ് ചെയ്തത്? അപ്പോഴേക്കും മാക്കാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് അവൻ കണ്ട കാര്യത്തെ പറ്റി ഡെക്കിനോട് പറയാണ്. എന്നിട്ട് അവനെയും കൂട്ടിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞ ശേഷം ഡെക്കാണെങ്കിൽ അവന്റെ ബോഡി എവിടെ നിന്ന് ചോദിച്ച സമയത്ത് അവിടെയെങ്ങും അവന്റെ ബോഡി കണ്ടില്ലെന്ന് മാക്ക് പറയാണ്. ഇപ്പൊ എന്താണ് സംഭവിച്ചെന്നറിയാൻ വേണ്ടി ഡെക്ക് ആ പെൺകുട്ടിയോട് ചോദിക്കാൻ വേണ്ടി മാക്കിനോട് പറയാണ്. ഇപ്പൊ അവനാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് അവളോട് ചോദിച്ച സമയത്ത് എന്നാൽ അവളാണെങ്കിൽ ഒന്നും മിണ്ടാൻ പോലും പറ്റാത്തവണ്ണം പേടിച്ചിരിക്കുകയാണ്. അവളോട് ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല, ഇതെല്ലാം ചെയ്തത് ആ ഗൊറില്ലകൾ തന്നെ ആയിരിക്കണം, അവരായിരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. ഇതേ സമയത്ത് ഡെക്കാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ് ഗറില്ലകളാണ് ഇത് ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ ബാഗും ഗണ്ണും എടുത്തുകൊണ്ട് പോകേണ്ടതല്ലേ, അതുപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പിലാണെങ്കിൽ ഇവൾ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടേണ്ടതുമല്ലേ. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോ ഗറില്ലകളല്ല ഇതെല്ലാം ചെയ്തത്, പിന്നെ ആരെന്ന് ചോദിച്ച സമയത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് തിരക്കി വന്ന ഹെലികോപ്റ്റർ തകർത്ത ആ ഒരു കൊലയാളി തന്നെ ആയിരിക്കണം ഇതും ചെയ്തിട്ടുണ്ടാവുക. ഉടൻ തന്നെ നമ്മൾ നിൽക്കുന്നതിന്റെ 50 മീറ്റർ ചുറ്റളവിൽ അവന്റെ ബോഡി എങ്ങനെയെങ്കിലും തിരയാനും അവന്റെ ബോഡി എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നിപ്പോ ഡെക്ക് ബാക്കിയുള്ളവരോട് പറയാണ്. അങ്ങനെ അവരാണെങ്കിൽ മരിച്ചുപോയവന്റെ ബോഡിക്ക് വേണ്ടി അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് ഇവര് പരിശോധിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരു മരത്തിന്റെ മുകളിൽ കാണിക്കുന്നത് അവിടെയാണെങ്കിൽ അവനെ തല കീഴായിട്ട് കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. എന്നാൽ അവരാണെങ്കിൽ ഈ ഒരു കാര്യം അറിയാതെ അവന്റെ ബോഡിക്ക് വേണ്ടിയിട്ട് അവിടെ മുഴുവനും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ മിനിഗണ്ണുമായിട്ട് അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലെയിനാണെങ്കിൽ എന്തോ ഒരു അനക്കം അവിടെ കേൾക്കുകയാണ്. ഇപ്പൊ അനക്കം കേട്ട ഭാഗത്ത് അവൻ നോക്കിയപ്പോ കണ്ടത് എന്തോ എലി പോലത്തെ എന്തോ ഒരു ജീവിയായിരുന്നു അത്. ഇത് കണ്ട അവനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചിരിക്കുകയാണ്. അതേ സമയത്താണ് എന്തോ ഒരു ആയുധം വന്നിട്ട് അവന്റെ കയ്യിലേക്ക് വന്ന് കൊള്ളുന്നത്. ഇപ്പൊ അവനാണെങ്കിൽ തിരിഞ്ഞു നോക്കാൻ നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു നീല വെളിച്ചം അവന്റെ പുറകിലൂടെ വന്ന് അവന്റെ നെഞ്ചും കൂടി തന്നെ തകർത്ത് കളയാണ്. ഇത് കാണുന്ന മാക്കാണെങ്കിൽ വേഗം തന്നെ അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. അവൻ നോക്കുന്ന സമയത്ത് എന്തോ ഒരു വിചിത്രമായിട്ടുള്ള രൂപം അവിടെ നിൽക്കുകയാണ്. പക്ഷേ അതിനെ കാണാൻ കഴിയുന്നില്ല. മാത്രമല്ല അതിന്റെ കണ്ണുകളാണെങ്കിൽ തിളങ്ങുന്നുമുണ്ടായിരുന്നു. ഇപ്പൊ മാക്കിനെ കണ്ടപാടെ ആ ജീവിയാണെങ്കിൽ ആ കാട്ടിലേക്ക് ഓടി മറയാണ്. ഇപ്പൊ മാക്കാണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ച് അവിടെ മുഴുവനും വെടിവെക്കുകയാണ്. ഇതിന്റെ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഓടി വന്ന ഡെക്കും അവന്റെ ടീമും കൂടെ ആണെങ്കിൽ അവിടെ മുഴുവനും വെടിവെച്ച് നശിപ്പിക്കുകയാണ്. ഇതിനിടെ വെടിവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാക്കിന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണിലെ മുഴുവൻ ബുള്ളറ്റുകളും തീർന്നു പോവാണ്. ഇപ്പൊ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവിടെ വീണ് കിടന്നിരുന്ന ആ മിഷീൻ ഗണ്ണ് ഉപയോഗിച്ച് അവിടെ മുഴുവനും വെടിവെച്ച് നശിപ്പിക്കുകയാണ്. കുറെ നേരം നിർത്താതെ വെടിവെച്ച് ആ പ്രദേശം നശിപ്പിച്ച ശേഷം അവരാണെങ്കിൽ ആ വെടിവെപ്പ് നിർത്തുവാണ്. എന്നിട്ട് എന്താണ് കാര്യമെന്ന് തിരക്കുന്ന സമയത്ത് മാക്കാണെങ്കിൽ നിർത്താതെ അങ്ങോട്ടേക്ക് തന്നെ വെടിവെക്കുകയാണ്. അങ്ങനെ അവസാനം അതിലെ ബുള്ളറ്റും തീർന്ന ശേഷം ആ വെടിവെപ്പ് അവിടെ നിൽക്കുവാണ്. ഇപ്പൊ അവര് അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് ആ പ്രദേശമാണെങ്കിൽ തകർന്ന് തരിപ്പണമായി കിടക്കുവാണ്. ഇപ്പൊ അവിടെ ആരെങ്കിലും വെടിയേറ്റ് കിടപ്പുണ്ടോ എന്നറിയാൻ വേണ്ടി ഡെക്ക് രണ്ടുപേരെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുകയാണ്. ഇപ്പൊ ഡെക്ക് നോക്കുന്ന സമയത്ത് പ്ലെയിന്റെ നെഞ്ചന്നെങ്കിൽ എന്തോ മാരകമായിട്ടുള്ള ആയുധം കൊണ്ട് തകർത്തിരിക്കുകയാണ്. ഇങ്ങനെ നെഞ്ച് തകർക്കണമെങ്കിൽ അത് ഏത് ആയുധം കൊണ്ടാണ് പറ്റുക എന്ന് അവരിപ്പോ പരസ്പരം ചോദിക്കുകയാണ്. മാക്ക് അപ്പോഴും വല്ലാത്ത രീതിയിൽ പേടിച്ചിരിക്കുകയാണ്. ഇപ്പൊ എന്താണ് സംഭവിച്ചെന്നറിയാൻ വേണ്ടി ഡെക്ക് മാക്കിനോട് ചോദിച്ച സമയത്ത് അവൻ പറയാണ് ഞാൻ എന്തോന്നിനെ കണ്ടു, പക്ഷേ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല അതിനെ പെട്ടെന്നൊന്നും കാണാനും കഴിയത്തില്ല. അങ്ങനത്തെ ഒരു രൂപമായിരുന്നു അതിന്. ഇതിനിടെ അങ്ങോട്ടേക്ക് നോക്കാൻ വിട്ട രണ്ടുപേരും ഇപ്പോ തിരിച്ചു വന്നിട്ട് പറയാണ് ഞങ്ങൾ അവിടെ എല്ലായിടത്തും പരിശോധിച്ചു നോക്കി, അവിടെയെങ്ങും ആരുടെയും ബോഡിയൊന്നുമില്ല. മാത്രമല്ല അവിടെയെങ്ങും ഒരു ചോരത്തുള്ളി പോലും ഇല്ല. ഇതോടെ ഇവിടെ എന്തോ വിചിത്രമായിട്ട് ഉണ്ടെന്നുള്ള കാര്യം ഡെക്കിന് മനസ്സിലാവുകയാണ്. അവനിപ്പോ പറയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കാട്ടിൽ നിന്നും പുറത്തു കടക്കാനുള്ള മാർഗങ്ങൾ തേടണം. അതോടൊപ്പം തന്നെ പ്ലെയിന്റെ ബോഡിയും കൂടെ നമുക്ക് കൂടെ കൊണ്ടുപോകാന്നിപ്പോ അവൻ പറയാണ്. ഇപ്പൊ മാക്കാണെങ്കിൽ പ്ലെയിന്റെ ബോഡി വളരെയധികം സുരക്ഷിതമായിട്ട് തന്നെ പൊതിഞ്ഞെടുക്കുകയാണ്. ഇതേസമയം ടിലോണാണെങ്കിൽ കാട്ടിൽ നിന്നും പുറത്തു കടക്കാൻ വേണ്ടിയിട്ട് കയ്യിലുണ്ടായിരുന്ന വയർലെസ് സെല്ലും റേഡിയോയും ഉപയോഗിച്ച് പുറത്തുണ്ടായിരുന്ന ആർമിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടിലോണാണെങ്കിൽ
അവർ നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആർമി പറയാണ് അവിടെ വന്ന് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് നിങ്ങളെ പിക്കപ്പ് ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് സെക്ടർ 3000ലേക്ക് മാറണം. അവിടെ വന്നാൽ മാത്രമേ നിങ്ങളെ പിക്കപ്പ് ചെയ്യാൻ കഴിയുള്ളൂ എന്നിപ്പോൾ അവർ പറയാണ്. ഇതോടെ ടിലോണാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. ഇങ്ങോട്ടേക്ക് വന്നാൽ അവരും അപകടത്തിൽ പെടുമെന്ന് പേടിച്ചിട്ടായിരിക്കണം അവരിങ്ങനെ പറയുന്നതെന്നും ഇവിടെ നിന്നും കുറച്ചു ദൂരം കൂടെ മുന്നോട്ടേക്ക് ചെന്നാൽ മാത്രമേ അവർ വന്ന് പിക്ക് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം കൂടെ ടിലോൺ ഇപ്പോൾ ഡെക്കിന്റെ അടുത്ത് പറയാണ്. ഇതിനുശേഷം ഡെക്ക് നേരെ മാക്കിന്റെ അടുത്തേക്ക് വരികയും നമ്മളെ ആരാണ് ആക്രമിച്ചതെന്നിപ്പോ അവൻ ചോദിക്കുകയും ചെയ്യാണ്. ഇപ്പൊ മാക്ക് പറയാണ് അതിന്റെ രൂപം അതെനിക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല, പക്ഷേ അതിന് നമ്മളെക്കാൾ കുറച്ചും കൂടെ ഉയരമുണ്ട്. മാത്രമല്ല അതിന്റെ കണ്ണുകളാണെങ്കിൽ അത് തിളങ്ങുന്നുമുണ്ടായിരുന്നു. നിനക്കിത് കേട്ടപ്പോ എന്ത് തോന്നുന്നു ബില്ലി എന്ന് അവർ ചോദിച്ച സമയത്ത് ബില്ലി പറയാണ് പുറത്ത് നമ്മളെയും കാത്തുകൊണ്ട് എന്തോ ഒന്നുണ്ട്, പക്ഷേ അതൊരിക്കലും ഒരു മനുഷ്യനല്ലെന്നുള്ള കാര്യം അവൻ പറയാണ്. അതിനുശേഷം അവനാണെങ്കിൽ അവിടെ നിന്നും എഴുന്നേറ്റിട്ട് പറയാണ് നമ്മളെല്ലാവരും ഉടനെ തന്നെ മരിക്കാൻ പോവാണ്. ഇതും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്നും പോവാണ്. ഇപ്പോ ആ ഒരു ജീവിയെ കാണിക്കാണ്. അതാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന് മുകളിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് അതാണെങ്കിൽ അതിന്റെ ഇൻവിസിബിൾ ആയിട്ടുള്ള ആ ഒരു സ്യൂട്ടാണെങ്കിൽ അതങ്ങ് ഓഫ് ചെയ്യാണ്. ഇതേ സമയത്താണ് ആ ഒരു ജീവിയെ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നത്. അതിന്റെ മുഖമാണെങ്കിൽ കാണാനാണെങ്കിൽ എന്തോ ഒരു വവ്വാലിന്റെ പോലത്തെ, കൈകളാണെങ്കിൽ കാണാൻ എന്തോ ഒരു ഓന്തിന്റെ പോലത്തെയും. ഇപ്പൊ ആ ഒരു ജീവിയാണെങ്കിൽ അതിന്റെ കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു ബോക്സ് എടുത്തിട്ട് അതിൽ നിന്നും പിച്ചാത്തി പോലത്തെ എന്തോ ഒരു സാധനം എടുക്കുകയാണ്. നേരത്തെ മാക്കാണെങ്കിൽ ഈ ഒരു ജീവിയെ വെടിവെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കൃത്യമായിട്ട് തന്നെ അതിന്റെ കാലിൽ കൊണ്ടിട്ടുണ്ട്. ഇപ്പോ ആ ഒരു മുറിവാണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആയുധം ആ ജീവി എടുത്തത്. എന്നിട്ട് അതിലുണ്ടായിരുന്ന സൂചി പോലത്തെ എന്തോ ഒരു സാധനം എടുത്ത് അതിന്റെ കാലിലേക്ക് കുത്തിവെക്കുകയാണ്. ഇപ്പൊ വേദന കൊണ്ട് ആ ഒരു ജീവിയാണെങ്കിൽ അലറി കരയാണ്. ഇപ്പൊ ഈ ഒരു കരച്ചിലാണെങ്കിൽ അവരെല്ലാവരും കേൾക്കുകയാണ്. അങ്ങനെ അന്ന് വൈകുന്നേരം ആ ജീവിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരാണെങ്കിൽ അവിടെ നല്ലൊരു കെണി തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നല്ലൊരു കെണി തന്നെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് താണ്ടാതെ ആർക്കും നമ്മുടെ അടുത്തേക്ക് വരാൻ കഴിയത്തില്ല എന്നിപ്പോ വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടി മാക്ക് ഡെക്കിന്റെ അടുത്ത് പറയാണ്. അങ്ങനെ ഇപ്പോ രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ മാക്കാണെങ്കിൽ ഉറങ്ങാതെ അവിടെ ഇരുന്നുകൊണ്ട് എന്തോ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നത്. ഇപ്പൊ അവരാണെങ്കിൽ അത് എന്താണെന്ന് നോക്കുവാണ്. പെട്ടെന്നായിരുന്നു ഇവർ നിൽക്കുന്നതിന്റെ കുറച്ചപ്പുറത്ത് മാറി എന്തോ ഫ്ലെയർ ഗണ്ണ് പോലത്തെ എന്തൊക്കെയോ സാധനങ്ങൾ പൊട്ടുന്നത്. ഇത് കേട്ട് അവരെല്ലാവരും ചാടി എഴുന്നേൽക്കുകയാണ്. ഇതേ സമയത്താണ് എന്തോ ഒന്ന് അങ്ങോട്ടേക്ക് വന്ന് മാക്കിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ എല്ലാവരും മാക്കിനെ വിളിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. എന്നാൽ അതേസമയം മാക്കാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് എന്തോന്നിനെ കുത്തി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ എല്ലാവരും വന്ന് മാക്കിനെ വന്ന് നോക്കുന്ന സമയത്ത് അവനാണെങ്കിൽ യാതൊരു കുഴപ്പമില്ലാതെ അവിടെ നിൽക്കുകയാണ്. അവന്റെ തൊട്ടടുത്താണെങ്കിൽ ഒരു കാട്ടുപന്നിയാണെങ്കിൽ ചത്ത് മലച്ച് കിടക്കുകയാണ്. അതിനെയാണ് അവൻ കുത്തി കൊന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പൊ എല്ലാവരും അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് ബില്ലി ആണെങ്കിൽ ഇവിടേക്ക് വന്ന് നോക്കാൻ വേണ്ടി അവരോട് പറയാണ്. ഇപ്പോ എല്ലാവരും അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്ന സമയത്ത് പ്ലെയിന്റെ ഡെഡ് ബോഡി അവിടെ കാണാനില്ല. നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് ആ ജീവിയാണെങ്കിൽ പ്ലെയിന്റെ ഡെഡ് ബോഡി കൊണ്ടുപോയെന്നും നമ്മൾ വെച്ച് ആ ഒരു കെണി അതിന് മനസ്സിലായെന്നുള്ള കാര്യം ഇപ്പോ അവര് പറയാണ്. അങ്ങനെ ഇപ്പോ പിറ്റേ ദിവസം രാവിലെ അവരാണെങ്കിൽ തലേന്ന് രാത്രി സംഭവം നടന്ന സ്ഥലം മുഴുവനും പരിശോധിച്ച് നോക്കുകയാണ്. നമ്മളറിയാതെ എങ്ങനെയാണ് ആ ജീവി പ്ലെയിന്റെ ബോഡിയും കൊണ്ട് ഇവിടെ നിന്നും പോയത്, അതുപോലെ തന്നെ ആ ജീവി എന്തുകൊണ്ടായിരിക്കാം നമ്മളെ കൊല്ലാതെ വിട്ടത്. ഇപ്പോ ഡെക്ക് പറയാണ് അവൻ ഉറപ്പായിട്ടും ഇങ്ങോട്ടേക്ക് വന്നത് പ്ലെയിന്റെ ബോഡിക്ക് വേണ്ടി ആയിരിക്കണം. അതുപോലെ തന്നെ ഓരോ സമയത്തും ഒരാളെ വീതമേ അത് കൊല്ലുകയുള്ളൂ എന്നുള്ള കാര്യം കൂടെ അവൻ പറയാണ്. അതേ സമയത്താണ് അവൻ മുകളിലേക്ക് ശ്രദ്ധിക്കുന്നത്. ഒരുപക്ഷെ ആ ജീവിയാണെങ്കിൽ മരത്തിന്റെ മുകളിൽ കൂടെ ആയിരിക്കണം വന്നിരിക്കുക. അതുകൊണ്ടായിരിക്കാം നമ്മൾ വെച്ച കെണിയിൽ അത് പെടാതെ പോയതെന്നപ്പോ അവൻ പറയാണ്. അങ്ങനെ ഇപ്പൊ വീണ്ടും ഇവരിവരുടെ യാത്ര തുടരുകയാണ്. പക്ഷേ ഡച്ചിന് ഉറപ്പായിരുന്നു ആ ഒരു പെൺകുട്ടിക്ക് ഇതിനെപ്പറ്റി എന്തൊക്കെയോ അറിയാം. അവൾ ഇത്രയും ദിവസം ഇവരോട് സംസാരിച്ചത് വേറെ ഏതൊരു ഭാഷയിലായിരുന്നു. ഇപ്പൊ ഡച്ച് ചെന്നിട്ട് അന്നയെ പിടിച്ചിട്ട് ഇംഗ്ലീഷ് തന്നെ അവളോട് സംസാരിക്കുകയാണ്. ഈ സമയത്ത് അവളാണെങ്കിൽ ഇംഗ്ലീഷ് തന്നെ അവന് മറുപടി കൊടുക്കുകയാണ്. അതായത് അവൾക്ക് ഇവര് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നതുകൊണ്ട് ഇംഗ്ലീഷും അറിയാമായിരുന്നു. ഇപ്പൊ ഡച്ച് വീണ്ടും അവളോട് കാര്യങ്ങൾ ചോദിച്ചു. ഇപ്പൊ അവളാണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് അവന് മറുപടി പറയാണ്. അത് എന്താണെന്ന് അതെനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല, പക്ഷേ ആ ഒരു ജീവിയാണെങ്കിൽ ഓന്തിനെ പോലെ നിറം മാറുന്നുണ്ടായിരുന്നു. അത് ഈ ഒരു കാടിന്റെ നിറത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അതിന്റെ കണ്ണുകളാണെങ്കിൽ തിളങ്ങുന്നുമുണ്ടായിരുന്നു. ഇപ്പൊ ഡെക്കാണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ കെട്ടുകളും മുറിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്നും പോകാൻ നിൽക്കുന്ന സമയത്ത് അവളാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയാണ്. അതായത് പ്ലെയിനെ കൊന്ന സമയത്ത് നിങ്ങളാണെങ്കിൽ ആ ഒരു ജീവിയെ വെടിവെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോ അതിന് നന്നായിട്ട് തന്നെ പരിക്കേറ്റിട്ടുണ്ട്. കാരണം അതിന്റെ രക്തം ഇലകളിൽ പറ്റി കിടക്കുന്നത് അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഡച്ച് പറഞ്ഞു അതിന് നമുക്ക് പരിക്കേൽപ്പിക്കാൻ കഴിഞ്ഞാൽ അതിനെ കൊല്ലാനും കഴിയും. ഇതും പറഞ്ഞിട്ട് അവരാണെങ്കിൽ അവിടെ വലിയൊരു കെണി തന്നെ സെറ്റ് ചെയ്യാണ്. പക്ഷേ ഡച്ചിനൊരു കാര്യം ഉറപ്പായിരുന്നു, അവൻ മണ്ണിലൂടെ അല്ല വരുന്നത്, അവൻ മരങ്ങളിലൂടെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ണമില്ലാത്ത മരങ്ങൾ അവ വളച്ചു വെച്ചുകൊണ്ടാണ് ഇവരൊരു കെണി ഉണ്ടാക്കുന്നത്. നല്ല ഒരു അടിപൊളി കെണി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അവരിപ്പോ.
പിന്നീട് ആ ഒരു ജീവിയുടെ വരവിനായിട്ട് കാത്തിരിക്കുകയാണ് ഇവര്. ഇപ്പൊ ഡെക്കിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു പെൺകുട്ടി ഉള്ളത്. ഇപ്പൊ അവളാണെങ്കിൽ ഡെക്കിന്റെ അടുത്ത് പറയാണ്, ചൂടുകാലങ്ങളിൽ മാത്രമാണ് ആ ഒരു ജീവി ഭൂമിയിലേക്ക് വരാറെന്ന് എന്റെ മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഓരോരുത്തരെ കാണാതാവുകയും അവരുടെ ശവങ്ങൾ കിട്ടുകയും ചെയ്യും. ചില സമയത്തൊക്കെ അവരുടെ തൊലി മുഴുവനായും ഉരിച്ചവസ്ഥയിലാണ് ഞങ്ങൾക്ക് കിട്ടുക. ചില സമയത്തൊക്കെ അതിലും ക്രൂരമായിരിക്കും അവരുടെ അവസ്ഥ. എന്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ട് അവനൊരു ഭീകരജീവിയാണ്. മനുഷ്യനെ കൊന്ന് അതിലൂടെ ആനന്ദം കണ്ടെത്തി അതിലൂടെ സമ്മാനങ്ങൾ നേടുന്ന ഭീകരജീവി. ഇപ്പോ ഇവരെല്ലാവരും കെണിയൊരുക്കി ആ ഒരു ജീവിക്ക് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. പക്ഷേ ഒരുപാട് നേരം കാത്തു നിന്നിട്ടും ആ ഒരു ജീവിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നില്ല. ആ ഒരു കെണിയിൽ പെട്ടതുമില്ല. ഇപ്പൊ ക്ഷമ നശിച്ച ഡച്ചാണെങ്കിൽ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് നടക്കുകയാണ്. അങ്ങനെ ഡച്ച് പതിയെ പതിയെ മുന്നോട്ടേക്ക് നീങ്ങി. ആ ഒരു സമയത്താണ് അവന്റെ പുറകിലായിട്ട് എന്തോ ഒരു ശബ്ദം കേട്ടത്. അതായത് ഇവര് തയ്യാറാക്കിയ ആ ഒരു കെണിയിലാണെങ്കിൽ എന്തോ ഒന്ന് കുടുങ്ങിയിട്ടുണ്ട്. പതിയെ അതങ്ങനെ മുകളിലേക്ക് പോവാണ്. അതിനകത്ത് നിന്നും വല്ലാത്തൊരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. അതെന്താണെന്നൊന്നും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. ഇപ്പോ ആ ഒരു കെണിയിൽപ്പെട്ട ജീവിയാണെങ്കിൽ തുരുതുരാന്ന് വെടിവെച്ച് ആ ഒരു കെണി നശിപ്പിച്ച് കളയാണ്. പിന്നീട് ആ ഒരു ജീവി മരങ്ങളിലേക്ക് എടുത്തു ചാടി അവിടെ നിന്നും പോവാണ്. ഇപ്പൊ മാക്കാണെങ്കിൽ ഒരു കണക്കൂട്ടലുമില്ലാതെ എങ്ങോട്ടൊക്കെയോ ഷൂട്ട് ചെയ്യാണ്. ഈ സമയത്ത് ഡിലനാണെങ്കിൽ മരത്തിന്റെ ഒരു ഭാഗത്ത് ആ ഒരു ജീവിയെ ഒരു നിമിഷത്തേക്കെങ്കിലും കാണുവാണ്. അതിന്റെ ആ രൂപം കണ്ടിട്ട് ഇല്ലനാണെങ്കിൽ ആകെ അങ്ങ് ഞെട്ടിപ്പോയി. ആ ഒരു ജീവിക്കാണെങ്കിൽ മനുഷ്യനുമായിട്ട് വളരെയധികം സാമ്യമുണ്ടെങ്കിലും വളരെയധികം മൃഗീയമായിട്ടുള്ള കൈകളും കാലുകളുമായിരുന്നു ആ ഒരു ജീവിക്ക്. പിന്നീട് അതിന്റെ മുഖം കാണാൻ വേണ്ടിയിട്ട് വളരെയധികം വികൃതമായിട്ടുള്ള ഒരു മുഖമായിരുന്നു അതിൻ്റെത്. ഇതേ സമയം മാക്കാണെങ്കിൽ ആ ഒരു ജീവി പോയ ഭാഗത്തേക്ക് അങ്ങനെ നിർത്താതെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവനാണെങ്കിൽ ഒന്നും ചിന്തിക്കാതെ ആ ഒരു ജീവിയുടെ പുറകെ പോവാണ്. ഇപ്പൊ മാക്കിന്റെ പുറകെ ഡച്ച് പോകാൻ നിൽക്കുന്ന സമയത്ത് ടിലൻ പറയാണ്, നീ പോകണ്ട, ഞാൻ പോകാം. ഇപ്പൊ ഡെക്ക് പറയാണ്, സാധാരണ നിന്റെ സ്വഭാവം അതിങ്ങനെയൊന്നും അല്ലല്ലോ, നിന്റെ കൂടെ കൂടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കും ഇങ്ങനത്തെ ഒരു സ്വഭാവം കിട്ടി. ഇപ്പൊ ഡെക്കാണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗണ്ണും കൂടെ ടിലോന് കൊടുത്തിട്ട് അവൻ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാണ്. ഇതേ സമയം ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പോഞ്ചോയ്ക്കാണെങ്കിൽ ഈ ഒരു അറ്റാക്കിൽ നന്നായിട്ട് തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇതേ സമയം മാക്കിന്റെ പിന്നാലെ ചെന്ന ടിലോണാണെങ്കിൽ അവനിപ്പോ കാണാൻ കഴിയുന്നില്ല. അവനിങ്ങനെ മാക്കിനെ വിളിച്ചോണ്ട് നടക്കുകയാണ്. പെട്ടെന്ന് ടിലോന്റെ പുറകിലൂടെ വന്ന മാക്കാണെങ്കിൽ അവന്റെ വായു പൊത്തിപ്പിടിച്ചുകൊണ്ട് അവനൊരു മരത്തിന്റെ പുറകിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നീട് ഇവര് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന മരച്ചില്ലകളുടെ ഇടയിലേക്ക് പോയി ഒളിക്കുകയാണ്. ടിലനാണെങ്കിൽ മാക്കിനോട് ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത്? ഈ സമയത്ത് മാക്ക് പറഞ്ഞു, ഞാൻ അവനെ കണ്ടു. ഇതും പറഞ്ഞിട്ട് ആ ഒരു ജീവിയാണെങ്കിൽ മാക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് മരത്തിന്റെ ഒരു ഭാഗത്ത് ആ ഒരു ജീവിയെ ഇവരാണെങ്കിൽ അവ്യക്തമായിട്ട് കാണുവാണ്. ഇപ്പോ ടിലോൻ പറഞ്ഞു, ആ ഒരു ജീവിയെ ഷൂട്ട് ചെയ്യല്ലേ? ഇപ്പൊ മാക്ക് പറയാണ്, ഇവിടെ നിന്നും ഷൂട്ട് ചെയ്താൽ അവൻ മരിക്കില്ല, നമുക്ക് കുറച്ചും കൂടെ അവന്റെ അടുത്തേക്ക് പോകാമെന്ന് അവൻ പറയാണ്. ഇപ്പൊ ടിലോൻ പറഞ്ഞു, അത് നല്ലൊരു തീരുമാനമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞ് ഇവർ രണ്ടുപേരും രണ്ട് വഴി കൂടെ ആ ഒരു ജീവിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം മാക്കാണെങ്കിൽ പതിയെ പതിയെ മരച്ചില്ലകളുടെ ഇടയിലൂടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണ് മാക്കിന്റെ കയ്യിൽ 3 ലേസറിന്റെ സ്പോട്ടുകൾ കാണുന്നത്. അപകടം തൊട്ടടുത്താന്ന് മനസ്സിലാക്കിയ മാക്കാണെങ്കിൽ മുകളിലേക്ക് നോക്കിയപ്പോ അവനെ തൊട്ട് മുകളിലായിട്ട് ആ ഒരു ജീവിയുണ്ട്. ഇപ്പൊ ആ ഒരു ജീവി ആണെങ്കിൽ മാക്കിന്റെ തലയിലേക്ക് തന്നെ ഷൂട്ട് ചെയ്യാണ്. അവന്റെ തല ചിന്നി ചിതറിപ്പോയി. ഇപ്പൊ ടിലോണാണെങ്കിൽ മാക്കിനെ കാണാതെ അവിടെ ചുറ്റും നോക്കുന്ന സമയത്ത് കുറച്ചപ്പുറത്ത് മാറി മാക്കാണെങ്കിൽ മരിച്ചു കിടക്കുന്നതാണ് അവൻ കാണുന്നത്. ഇപ്പൊ ടിലോണാണെങ്കിൽ നന്നായിട്ട് തന്നെ പേടിയായിട്ടുണ്ട്. അവനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം നിരീക്ഷിക്കുകയാണ്. ഇപ്പൊ അവന്റെ തൊട്ട് മുന്നിലുണ്ടായിരുന്ന മരത്തിന്റെ ചില്ലയിൽ ആ ഒരു ജീവി നിൽക്കുന്നുണ്ടായിരുന്നു. അതിനെ ഇവൻ കണ്ടു. അതിനെ തിളങ്ങുന്ന 2 കണ്ണുകളും വ്യക്തമായിട്ട് തന്നെ ഇവൻ കണ്ടു. ടിലോണാണെങ്കിൽ ഗണ്ണ് ഉപയോഗിച്ച് അതിനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ആ ഒരു ജീവി ആണെങ്കിൽ ടിലോണിനെ ഷൂട്ട് ചെയ്തു. ടിലോണിന്റെ വലത്തെ കൈയാണെങ്കിൽ അതങ്ങ് അറ്റുപോവാണ്. വേദന കൊണ്ട് ടിലോണാണെങ്കിൽ ഇപ്പൊ നിലവിളിക്കുകയാണ്. ഇതേ സമയം ആ ഒരു ജീവി ആണെങ്കിൽ ഇവന്റെ അടുത്തേക്ക് ഓടിയെടുക്കുന്നുണ്ട്. അതിപ്പോ വലിയൊരു കത്തി അതിന്റെ ദേഹത്ത് നിന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ടിലോണാണെങ്കിൽ അവന്റെ ഇടത് കൈകൊണ്ട് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ആ ഒരു ജീവിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് അവന്റെ നെഞ്ചിലേക്ക് തന്നെ കത്തി കുത്തി കയറ്റുവാണ്. പിന്നീട് ടിലോണിന്റെ വലിയൊരു അലർച്ചയാണ് കേൾക്കുന്നത്. ഈ ഒരു കരച്ചില് മറ്റൊരു ഭാഗത്ത് കൂടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബില്ലിയും ഡെക്കും പിന്നെ ആ ഒരു പെൺകുട്ടിയും കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ബില്ലി ആണെങ്കിൽ ഡെക്കിന്റെ അടുത്ത് പറയാണ്, ഇനി ഞാൻ നിങ്ങളോട് വരുന്നില്ല, നിങ്ങൾ തനിച്ചു പൊയ്ക്കോ. ഡെക്കാണെങ്കിൽ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അവനാണെങ്കിൽ വരാൻ തയ്യാറായില്ല. ഇപ്പൊ ബില്ലി ആണെങ്കിൽ അവന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചിട്ട് അവന്റെ നെഞ്ചിലായിട്ട് വലിയൊരു മുറിവുണ്ടാക്കുകയാണ്. എന്നിട്ട് ആ ഒരു ജീവിയെ വിളിക്കുകയാണ് അവന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ബില്ലിയുടെ കയ്യിലാണെങ്കിൽ വലിയൊരു കത്തിയുണ്ട്. പക്ഷേ ആ ഒരു ജീവിയാണെങ്കിൽ ഇവനെ നോട്ടമിട്ട് വെച്ചിരുന്നു. ഇതേ സമയത്ത് ഡെക്കും ആ പെൺകുട്ടിയും പരിക്കേറ്റിട്ടുള്ള പോഞ്ച് എന്ന് പറയുന്ന പട്ടാളക്കാരനെയും കൂട്ടി മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബില്ലിയുടെ ഒരു അലർച്ചയേക്കാണ്. അതായത് ബില്ലിയും മരിച്ചിട്ടുണ്ട്
കരഞ്ഞിട്ടുണ്ടിപ്പോ. ആ കരച്ചിൽ ഇവര് കേട്ടപ്പോ ഇവര് 3 പേരുടെ ഭയം ഇരട്ടിയാവുകയാണ്. വേഗം തന്നെ ഇവര് 3 പേരും മുന്നോട്ടേക്ക് ഓടുകയാണ്. ഡെക്കിന് മനസ്സിലായി ഇവര് പിന്തുടർന്നുകൊണ്ട് ആ ഒരു ജീവി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെങ്ങനെ വേഗം തന്നെ മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോഞ്ചോയുടെ തലയിലേക്ക് തന്നെ വെടി കൊള്ളുകയാണ്. അവൻ അവിടെ മരിച്ചു വീഴുവാണ്. ഡെക്ക് വേഗം തന്നെ അവന്റെ ഗണ്ണെടുത്ത് ഈ ഒരു ജീവിയെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവനും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അവന്റെ കയ്യിലും വെടി കൊള്ളുകയാണ്. ഡെക്കിപ്പോ നിലത്ത് വീണ് കിടക്കുകയാണ്. ഡെക്കിപ്പോ ആ ഒരു പെൺകുട്ടിയോട് പറയാണ്, നീ ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്ന് മോടി രക്ഷപ്പെട്ടോളൂ. ഹെലികോപ്റ്റർ ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നീ അവരുടെ കൂടെ രക്ഷപ്പെട്ടോളൂ. അങ്ങനെ ഡെക്ക് ഒരുപാട് നിർബന്ധിച്ചപ്പോ അവളാണെങ്കിൽ അവിടെ നിന്ന് മോടി പോവാണ്. ഇനി ആകെ ബാക്കിയുള്ളത് ഡെക്ക് മാത്രമാണ്. ഇപ്പൊ അവനാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് സർവ്വശക്തിയും എടുത്ത് ഓടുകയാണ്. ഡച്ചിന് ഉറപ്പായിരുന്നു ഈ ഒരു സാധനത്തെ, ഈ ഒരു ജീവിയെ ആക്രമിച്ച് തോൽപ്പിക്കാൻ അതത്ര എളുപ്പമല്ലെന്ന്. ഇനി ആകെയുള്ള മാർഗം സർവൈവ് ചെയ്യുക എന്നത് മാത്രമാണ്. അതായത് ആ ഒരു ജീവിയുടെ അടുത്തു നിന്നും ഓടി രക്ഷപ്പെടുക. ഡെക്കിപ്പോ അവന്റെ സർവ്വശക്തിയും എടുത്ത് മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഡെക്കാണെങ്കിൽ കാല് വഴുതി ഒരു കൊക്കയിലേക്ക് വീഴുവാണ്. അവിടെ നിന്നും നേരെ നദിയിലേക്കും. നല്ല ഒഴുക്കുള്ളൊരു നദിയായിരുന്നു. അങ്ങനെ വീണ്ടും അവനാണെങ്കിൽ വേറൊരു വെള്ളച്ചാട്ടത്തിലേക്ക് ചെന്ന് ചാടുവാണ്. അങ്ങനെ അവൻ കുറച്ചു നേരം നീന്തിയിട്ട് കരയിലേക്ക് കയറുകയാണ്. പക്ഷേ കരയിലേക്ക് കയറിയ അവനാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. അവനാണെങ്കിൽ ആ ഒരു ചെളിയിൽ തന്നെ കിടക്കുകയാണ്. ഡെക്കിന്റെ ശരീരം നനഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചെളികൾ മുഴുവനും അവന്റെ ദേഹത്ത് പറ്റിപ്പിടിക്കുകയാണ്. ഡെക്കിപ്പോ മുന്നോട്ടേക്ക് പോകാൻ കഴിയാതെ അവിടെ വിശ്രമിക്കുന്ന സമയത്ത് അവന്റെ തൊട്ടു പിന്നിലായിട്ട് എന്തോ വന്ന് വീഴുന്നതായിട്ട് അവന് തോന്നി. ഡെക്കിന് മനസ്സിലായി അത് ആ ഒരു ജീവിയാണ്. ഇപ്പൊ അവനാണെങ്കിൽ സർവ്വശക്തിയും എടുത്തുകൊണ്ട് ആ ചെളിയിലൂടെ എഴിഞ്ഞ് മുന്നോട്ടേക്ക് പോവാണ്. ഡെക്കിന്റെ ശരീരം മുഴുവനായിട്ടും ഇപ്പോൾ ചെളിയാണ്. പിന്നീട് അവൻ അവിടെ ഉണ്ടായിരുന്ന മരങ്ങളുടെ വേരുകളുടെ ഇടയിലേക്ക് പോയി ഒളിക്കുകയാണ്. ഡെക്കിപ്പോ അവന്റെ ഗണ്ണെടുക്കാൻ നോക്കുന്ന സമയത്താണ് അവനൊരു കാര്യം മനസ്സിലായത്. അതായത് ഈ ഒരു ഓട്ടത്തിന്റെ ഇടയിൽ അവന്റെ ഗണ്ണ് മിസ്സായിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇപ്പൊ അവനാണെങ്കിൽ ആ വേരുകൾക്കിടയിൽ തന്നെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. അവന്റെ ശരീരമാകെ മുഴുവനായും ചെളിയാണ്. ഇപ്പൊ ഡെക്കാണെങ്കിൽ ആ നദിയിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ ആ നദിയിൽ നിന്നും ആ രൂപം പൊങ്ങി വരുവാണ്. വല്ലാത്തൊരു രൂപമായിരുന്നു അതിൻ്റെത്. ഏകദേശം 10 അടിയോളം നീളം വരും അതിന് മനുഷ്യനുമായിട്ട് വളരെയധികം രൂപസാദൃശ്യമുണ്ട്. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിന് വളരെയധികം മൃഗീയമായിട്ടുള്ള ഒരു സ്വഭാവവും ഉണ്ടായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങിയത് കൊണ്ടായിരിക്കണം ആ ഒരു ജീവിയുടെ അദൃശ്യമാകാനുള്ള ആ സ്യൂട്ടിലാണെങ്കിൽ ഷോർട്ട് സർക്യൂട്ടായിട്ട് ആ ജീവി അതങ്ങ് ഓഫ് ചെയ്യാണ്. ഇപ്പൊ ഡെക്കിനാണെങ്കിൽ ആ ഒരു ജീവിയുടെ രൂപം വളരെയധികം വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഈ ഒരു ജീവിയാണ് നമ്മൾ വിളിക്കുന്നത് പ്രൊഡേറ്റർ അഥവാ ഇരപിടിയൻ. വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് വന്ന പ്രൊഡേറ്റർ ആണെങ്കിൽ അവിടെ ചുറ്റും നോക്കുവാണ് അവന്റെ ഇരയെ. പക്ഷേ ഡെക്കിന്റെ ദേഹത്ത് ചെളി ആയതുകൊണ്ട് തന്നെ അവനെ കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് പ്രൊഡേറ്റർ നോക്കുന്ന സമയത്ത് രക്തത്തിന്റെ, അതായത് ഒരു ചുമന്ന കളർ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണ് ജീവനുള്ള വസ്തുക്കളെ ഇവറ്റകൾക്ക് കാണാൻ കഴിയുക. ഇപ്പൊ പ്രൊഡേറ്റർ ആണെങ്കിൽ ആ രക്തം കണ്ട ഭാഗത്തേക്ക് തന്നെ ഷൂട്ട് ചെയ്യാണ്. പക്ഷേ അതൊരു എലിയായിരുന്നു. ഇപ്പൊ ഡെക്കിന് ഒരു കാര്യം മനസ്സിലായി. അതായത് ദേഹത്ത് ചെളി ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ ഒരു ജീവിക്ക് തന്നെ കാണാൻ കഴിയാത്തത്. പിന്നീട് അത് നല്ലൊരു കവചമായിട്ട് ഉപയോഗിക്കാമെന്ന് ഡച്ചിന് മനസ്സിലായി. പ്രൊഡേറ്റർ അവിടെ നിന്നും പോയെന്ന് മനസ്സിലാക്കിയ ഡെക്കാണെങ്കിൽ പതിയെ വേരുകൾക്കിടയിൽ നിന്നും പുറത്തേക്ക് വരുവാണ്. ഡെക്കിന് അറിയാമായിരുന്നു ആ ഒരു ജീവിയെ നേരിട്ട് ചെന്ന് ആക്രമിക്കാൻ അതൊരിക്കലും സാധ്യമല്ലെന്ന്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ നല്ലൊരു കെണി തന്നെ സെറ്റ് ചെയ്യാണ്. ഇപ്പൊ ഡെക്കാണെങ്കിൽ ചുറ്റും നോക്കുകയാണ് കെണി ഒരുക്കാൻ പറ്റിയ നല്ല വല്ല സ്ഥലം ഉണ്ടോ എന്ന്. അങ്ങനെ അവസാനം അവനൊരു സ്ഥലം കണ്ടുപിടിച്ചു. അതൊരു ചാലായിരുന്നു, വിണ്ടുകീറിയ ചെറിയൊരു സ്ഥലം. അതിന്റെ മുകളിലായിട്ട് ചെറിയൊരു വേര് ക്രോസ് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു. ഡെക്ക് അവിടെ തന്നെ കെണി ഒരുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഡെക്കിപ്പോ ആ വേരിലാണെങ്കിൽ കുറേയധികം കൂർത്ത കമ്പുകൾ കെട്ടിവെക്കുകയാണ്. പിന്നീട് ആ വേരുകൾക്ക് മുമ്പിലുണ്ടായിരുന്ന ഒരു വലിയ മരത്തിന്റെ ചില്ലയിലേക്ക് ഒരു വലിയ മരത്തടി വലിച്ചു കയറ്റുകയാണ് കാട്ടുവള്ളികൾ ഉപയോഗിച്ചിട്ട്. പിന്നീട് ആ കാട്ടുവള്ളിയാണെങ്കിൽ ഒരു കമ്പിൽ കെട്ടി അതൊരു കെണി പോലെ സെറ്റ് ചെയ്ത് വെച്ചു. അതിന്മേൽ ആരെങ്കിലും ചവിട്ടുവാണെങ്കിൽ ആ ചവിട്ടുന്ന ആളുടെ തലയിലേക്ക് ആ വലിയ മരകഷ്ണം വന്ന് വീഴും. അങ്ങനെ കുറെ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഡെക്കാണെങ്കിൽ ആ ഒരു കെണി പൂർണ്ണമായിട്ടും സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതേ സമയം മറുഭാഗത്ത് പ്രൊഡേറ്റർ ആണെങ്കിൽ അവൻ കൊന്ന ആളുകളുടെ തലയോട്ടികളെല്ലാം ശേഖരിച്ചു വെക്കുകയാണ്. ഇപ്പോ ഓരോ തലയും എടുത്ത് അവൻ വൃത്തിയാക്കുവാണ്. കാരണം ഇവനൊരു വേട്ടക്കാരനാണ്. അവൻ വേട്ടയാടുന്ന ആളുകളുടെ തലയാണ് അവന് വേണ്ടത്. ഇത് ഈ ജീവികളുടെ വെറും ഒരു വിനോദം മാത്രമായിരുന്നു. ഇവൻ വന്നത് കഥയുടെ ആരംഭത്തിൽ ഭൂമിക്ക് നേരെ ഒരു വസ്തു വന്നു എന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്നാണ്. ഇതേ സമയം മറുഭാഗത്ത് ഡെക്കാണെങ്കിൽ അവന് വേണ്ട ആയുധങ്ങൾ നിർമ്മിക്കുകയാണ്. കാരണം ഇപ്പൊ അവന്റെ കയ്യിൽ തോക്കൊന്നുമില്ല. ആകെ അവന്റെ കയ്യിലുണ്ടായിരുന്നത് അവന്റെ പോക്കറ്റിലുണ്ടായിരുന്ന കുറച്ച് വെടിമരുന്നുകൾ മാത്രമാണ്. പിന്നീട് ഡെക്കാണെങ്കിൽ വളരെയധികം ശക്തിയേറിയ ഒരമ്പുണ്ടാക്കുവാണ് അവിടെ ഉണ്ടായിരുന്ന കാട്ടുവള്ളികളും കമ്പുകളും ഉപയോഗിച്ചിട്ട്. പിന്നീട് കുറച്ച് നല്ല വില്ലുകൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ അറ്റത്തായിട്ട് ആ വെടിമരുന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ഡെക്കാണെങ്കിൽ ഒരു പന്തം കത്തിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് ഉറക്കെ അലറുവാണ്. അതായത് ഡെക്കാണെങ്കിൽ ആ ഒരു പ്രൊഡേറ്ററിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുവാണ് അവന്റെ ആ കെണിയിലേക്ക്. ഇപ്പൊ ഡെക്കാണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന തീപ്പന്തം അത് താഴേക്ക് ഇട്ടു. അവിടെയാണെങ്കിൽ കുറെ അധികം വിറകുകൾ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം ആളി കത്തുവാണ്. ഇതിനുശേഷം ഡെക്കാണെങ്കിൽ ആ ഒരു കാടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിലേക്ക്
മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ്. എന്നിട്ട് അതിൽ തന്നെ അള്ളി പിടിച്ചിരിക്കുകയാണ്. അവന്റെ ശരീരമാകെ ഇപ്പോൾ നിറയെ ചെളിയാണ് കേട്ടോ. ഇതേ സമയം ആ ഒരു കാടിന്റെ മറ്റൊരു ഭാഗത്തുകൂടി പ്രൊഡേറ്റർ ആണെങ്കിൽ ശബ്ദം കേട്ട് ആ ഒരു ഭാഗത്തേക്ക് മരത്തിന്റെ ചില്ലയിൽ കൂടി ചാടി ചാടി അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഡെക്കാണെങ്കിൽ കുറച്ചു സമയം വെയിറ്റ് ചെയ്യാണ്. അതേ സമയത്താണ് അവന്റെ പുറകിലായിട്ട് ആരോ ഉള്ളതായിട്ട് അവന് മനസ്സിലാവുന്നത്. അത് മറ്റാരുമല്ല, ആ ഒരു പ്രൊഡേറ്റർ ആയിരുന്നു. ഇപ്പൊ പ്രൊഡേറ്ററിനാണെങ്കിൽ ഡെക്ക് ഇവിടെ ഉള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം അവന്റെ ശരീരത്ത് ചെളി ഉള്ളത് കൊണ്ട്. പ്രൊഡേറ്റർ ആണെങ്കിൽ ഡെച്ചിന്റെ തൊട്ടടുത്തുകൂടെ തന്നെ അവനെ മറികടന്നുകൊണ്ട് ആ ഒരു ചില്ലകൾ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്രൊഡേറ്റർ കുറച്ചു ദൂരം പോയ സമയത്ത് ഡെക്കാണെങ്കിൽ ഒരു വള്ളിയിൽ തൂങ്ങി മറ്റൊരു മരത്തിന്റെ ചില്ലയിലേക്ക് മാറുവാണ്. ഇപ്പൊ പ്രൊഡേറ്റർ ആണെങ്കിൽ ആ ഒരു മരത്തിൽ നിന്നും ഇറങ്ങിയിട്ട് ഡെക്ക് നേരത്തെ തീ കത്തിച്ചില്ലേ ആ ഒരു ഭാഗത്തേക്ക് പോവാണ്. ഇതേ സമയത്ത് ഡെക്കാണെങ്കിൽ അവന്റെ കയ്യിൽ വെടിമരുന്ന് നിറച്ച് കുറച്ച് വില്ലുകൾ ഉണ്ടായിരുന്നല്ലോ, അതിപ്പോ പ്രൊഡേറ്റർ നേർക്ക് എയ്യുവാണ്. പക്ഷേ ഡെക്കിന്റെ ഉന്നം ചെറുതായിട്ടൊന്ന് പാളി അത് നേരെ പ്രൊഡേറ്ററിന്റെ മുന്നിലായിട്ട് ചെന്ന് പൊട്ടിത്തെറിക്കുകയാണ്. പ്രൊഡേറ്ററിനൊന്നും സംഭവിച്ചില്ലെങ്കിലും അവന്റെ ആ സ്യൂട്ടിനെന്തോ കംപ്ലൈന്റ് പറ്റുവാണ്. അവനിപ്പോ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുവാണ്. പ്രൊഡേറ്റർ ആണെങ്കിൽ ചുറ്റും നോക്കിയെങ്കിലും പക്ഷേ അവിടെ അങ്ങ് ആരെയും കാണാൻ കഴിയുന്നില്ല. ദേഷ്യം വന്ന ആ ഒരു ജീവി ഇപ്പോ വെറി പിടിച്ചിട്ട് ചുറ്റും വെടിവെക്കുകയാണ്. അതിന്റെ ആ തോക്കിൽ നിന്ന് വരുന്ന ബുള്ളറ്റ് ആണെങ്കിൽ അത് വളരെയധികം ശക്തിയുള്ളതായിരുന്നു. എന്തോ ലേസർ പോലത്തെ ഒരു ഗണ്ണായിരുന്നു അത്. പ്രൊഡേറ്റർ ഇപ്പോ തുരുതുരാന്ന് വെടിവെച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡെക്കിന് മനസ്സിലായി ഇനി ഈ മരത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല. അപ്പൊ അവനാണെങ്കിൽ നിലത്തേക്ക് എടുത്ത് ചാടുവാണ്. ഇപ്പൊ ഡെക്ക് പതിയെ മുന്നോട്ടേക്ക് പോവാൻ തുടങ്ങി. അവനിപ്പോ വീണ് കിടക്കുന്ന ഒരു മരത്തിന്റെ മുകളിൽ കൂടി നടക്കുകയാണ്. ഇതേ സമയത്താണ് പ്രൊഡേറ്റർ ഇവന്റെ മുന്നിലേക്ക് വന്ന് ചാടുന്നത്. പക്ഷേ ആ ഒരു ജീവിക്കാണെങ്കിൽ ഇവനെ കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ പ്രൊഡേറ്ററിനെ കണ്ട സമയത്ത് ഡെക്കാണെങ്കിൽ അവിടെ അനങ്ങാതെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോ ആ ഒരു ജീവിയാണെങ്കിൽ ചുറ്റും നിരീക്ഷിക്കുകയാണ്. പിന്നീട് പ്രൊഡേറ്റർ ആണെങ്കിൽ ആ വീണ് കിടക്കുന്ന മരത്തിന്റെ മുകളിൽ കൂടി മുന്നോട്ടേക്ക് വരികയാണ്. ഈ സമയത്ത് ഡെക്കാണെങ്കിൽ ആ മരത്തിന്റെ അടിയിലേക്ക് പോയിട്ട് അവിടെ അള്ളി പിടിച്ചിരിക്കുകയാണ്. പ്രൊഡേറ്റർ അവിടെ നിന്നും പോയെന്ന് മനസ്സിലാക്കിയ ഡെക്കാണെങ്കിൽ അതിൽ നിന്നും താഴേക്ക് ഇറങ്ങുവാണ്. എന്നിട്ട് കുറച്ച് ആയുധങ്ങൾ തയ്യാറാക്കുകയാണ്. എന്തോ ഒരു കുന്തം പോലത്തെ ഒരു ആയുധം. അതിലൊരു കുന്തത്തിന്റെ അറ്റത്തായിട്ട് അവനൊരു കത്തി സെറ്റ് ചെയ്യാണ്. അതിന്റെ മറുഭാഗത്ത് ഒരു വെടിക്കോപ്പും. ഇപ്പൊ ഡെക്കാണെങ്കിൽ ഒരു പാറയുടെ പിന്നിൽ ഒളിച്ചിരുന്നോണ്ട് തന്നെ ദൂരേക്ക് ഒരു കല്ലെടുത്തെറിയാണ്. ഈ സമയത്ത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് പ്രൊഡേറ്റർ ഷൂട്ട് ചെയ്യാണ്. ഇപ്പൊ പ്രൊഡേറ്റർ ഷൂട്ട് ചെയ്ത സമയത്ത് ഡെക്കിനാണെങ്കിൽ പ്രൊഡേറ്റർ ഉള്ള സ്ഥലം കൃത്യമായിട്ട് തന്നെ മനസ്സിലായി. ഇപ്പൊ ഡെക്കാണെങ്കിൽ ഒട്ടും സമയം കളയാതെ വെടിക്കോപ്പ് നിറച്ച് ആ കുന്തമെടുത്ത് പ്രൊഡേറ്ററെ നേർക്ക് എറിയുവാണ്. പക്ഷേ അത് പ്രൊഡേറ്ററിന്റെ ദേഹത്ത് തട്ടിയില്ലെന്ന് ഡെക്കിന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് തന്നെ പ്രൊഡേറ്ററിനെ അവിടെ കാണാതാവുകയും ചെയ്തു. ഡെക്ക് ഇപ്പൊ പതിയെ അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പാറകളുടെ പുറത്തായിട്ട് ചെറിയ രീതിയിലുള്ള രക്തത്തുള്ളികൾ കാണുവാണ്. നല്ല പച്ച നിറത്തിലുള്ള രക്തത്തുള്ളികൾ. പ്രൊഡേറ്ററിന്റെ രക്തം കാണാനായിട്ട് ഒരു തിളങ്ങുന്ന പച്ച നിറത്തിലുള്ള രക്തമായിരുന്നു അതിന്. ഡെക്ക് ഇപ്പൊ പതിയെ ആ രക്തത്തുള്ളികളെ ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ പോയി അവസാനം ഒരു പാറയുടെ ഇടുക്കിൽ അവൻ ചെന്നെത്തുവാണ്. അങ്ങനെ ഡെക്ക് മുന്നോട്ടേക്ക് പോയ സമയത്ത് അവനൊരു ശബ്ദം കേൾക്കാണ്. എന്തോ വെള്ളത്തുള്ളികൾ വീഴുന്ന ശബ്ദം. പക്ഷേ തിരിഞ്ഞു നോക്കിയ സമയത്ത് ഡെക്കിനൊരു കാര്യം മനസ്സിലായി. അത് വെള്ളത്തുള്ളികൾ വീഴുന്ന ശബ്ദമൊന്നുമല്ല, അത് ആ ജീവിയുടെ രക്തമൊഴുകുന്ന ശബ്ദമാണ്. അതിങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡെക്ക് നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ആ ഒരു പ്രൊഡേറ്റർ ഉണ്ട്. ശത്രുവിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ പ്രൊഡേറ്റർ ഇപ്പോ അങ്ങോട്ടേക്ക് ഷൂട്ട് ചെയ്യാണ്. ഇപ്പൊ ഡെക്ക് വേഗം തന്നെ അവിടെ നിന്ന് ഓടി മാറി. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇപ്പോ പ്രൊഡേറ്റർ ആണെങ്കിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓടി രക്ഷപ്പെട്ട് ഡെക്ക് ഇപ്പോ ചെന്ന് വീണത് ഒരു വെള്ളത്തിന്റെ കെട്ടിലേക്കാണ്. ഡെക്ക് ഇപ്പോ ആ കുളത്തിലൂടെ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് നീന്തുവാണ്. പിന്നീട് അവൻ കരയിലേക്ക് കയറി. പക്ഷേ അവന്റെ ദേഹത്തുണ്ടായിരുന്ന ചെളികളെല്ലാം അവിടെ പോയിരുന്നു. അങ്ങനെ അവൻ പതിയെ എഴഞ്ഞുകൊണ്ട് തന്നെ ആ കരയിലേക്ക് കയറുവാണ്. പക്ഷേ അവന്റെ ദേഹത്തുണ്ടായിരുന്ന ചെളികളെല്ലാം പോയെന്നുള്ള കാര്യം അവൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ചെളിയില്ലെങ്കിൽ പ്രൊഡേറ്ററിനാണെങ്കിൽ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു ജീവനുള്ള വസ്തുവിനെ എത്ര ദൂരത്ത് നിന്ന് വേണമെങ്കിലും അതിനെ ഡിറ്റക്ട് ചെയ്യാം. അങ്ങനെ ആ ഒരു ചെളിയിലൂടെ എഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഡെക്കിന്റെ തലയുടെ ഇരുവശത്തുമായിട്ട് ഓരോ കത്തി വന്ന് കയറുവാണ്. അതായത് പ്രൊഡേറ്റർ ഇപ്പോ ഡെക്കിനെ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രൊഡേറ്റർ ആണെങ്കിൽ അവനെ കഴുത്തിനെ പിടിച്ച് പൊക്കിയെടുക്കുകയാണ്. എന്നിട്ട് അവന്റെ തലയൊട്ടി നന്നായിട്ട് തന്നെ സ്കാൻ ചെയ്യാണ്. പിന്നീട് ആ ഒരു ജീവിയാണെങ്കിൽ അവനെ നിലത്തേക്ക് ഇടുവാണ്. അതായത് പ്രൊഡേറ്റർ ആണെങ്കിൽ ഇവനെ കൊന്നിട്ടില്ല. അതിനുശേഷം പ്രൊഡേറ്റർ അതിലൂടെ നടക്കുകയാണ്. എന്നിട്ട് അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഓരോ ആയുധങ്ങളായിട്ട് അഴിച്ച് താഴേക്കിട്ടു. ആദ്യം തന്നെ പ്രൊഡേറ്റർ അവന്റെ ദേഹത്തുണ്ടായിരുന്ന ആ ലേസർ പോലത്തെ ഗണ്ണാണ് അഴിച്ചു മാറ്റിയത്. ഈ കാര്യങ്ങളൊക്കെ ഡെക്ക് നേരിട്ട് തന്നെ അവന്റെ മുന്നിൽ നിന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് പ്രൊഡേറ്റർ അവന്റെ ഒരു മുഖം മൂടി ആ ഒരു മാസ്ക് മാറ്റുന്നത്. ഇപ്പോഴാണ് ഡെക്ക് അവന്റെ ആ ഒരു ഭീകരമായിട്ടുള്ള മുഖം കാണുന്നത്. വളരെയധികം വികൃതമായ പേടിപ്പെടുത്തുന്ന ഒരു മുഖമായിരുന്നു അതിൻ്റെത്. പ്രത്യേകതരം കുഴിഞ്ഞ ഒരു കണ്ണുകളായിരുന്നു അതിൻ്റെത്. അതിന്റെ വായ്ക്ക് ചുറ്റുമായിട്ട് 4 പല്ലുകളുമുണ്ട്. ഇപ്പൊ ആ ഒരു ജീവിയാണെങ്കിൽ ഉറക്കെ അലറുവാണ്. ഒരു പ്രത്യേക തരത്തിലായിരുന്നു അതിന്റെ ആ ഒരു വായുണ്ടായിരുന്നത്. അതായത് പ്രൊഡേറ്റർ ആണെങ്കിൽ ഡെക്കിനെ നേർക്കുനേർ പോരാടാൻ വേണ്ടി വിളിക്കുകയാണ്. ഈ ഡെക്കിന് തന്നെ ഏകദേശം 7 അടിയോളം നീളവും അതിനൊത്ത ശരീരവുമുണ്ട്. പക്ഷെ പ്രൊഡേറ്ററിനാണെങ്കിൽ അവനേക്കാൾ ഉയരവും അതിനൊത്ത ശക്തിയും ഉണ്ടായിരുന്നു. ഡെക്കിപ്പോ അവിടെ കടന്നിരുന്ന വലിയൊരു മരക്കഷ്ണം എടുത്ത് അതിൽ
അതിന് നേർക്ക് വീശുവാണ്. പ്രൊഡേറ്റർ ആണെങ്കിൽ അവന്റെ കൈകൊണ്ട് തന്നെ അതിനെ തടുത്തു. ആ ഒരു മരക്കഷ്ണം പൊട്ടിച്ചിതറിപ്പോവാണ്. പ്രൊഡേറ്ററിനോട് എതിരിടുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഡെക്കിനിപ്പോ ആ ഒരു ജീവിയോട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവനാണെങ്കിൽ നന്നായിട്ട് തന്നെ ആ ജീവിയുടെ കയ്യിൽ നിന്നും അടി വാങ്ങുവാണ്. ആ ഒരു ജീവിയുടെ ഓരോ അടിയും അവന് മാരകമായിട്ടുള്ള മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ശരീരത്തിന്റെ ഉൾഭാഗം മുറിഞ്ഞ് അവന്റെ വായിൽ നിന്നും ചോര വന്നുകൊണ്ടിരിക്കുകയാണ്. ഡെക്കിനാണെങ്കിൽ ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ല. എങ്ങോട്ടെന്നില്ലാതെ അവൻ പതിയെ പതിയെ എഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പിന്നാലെ തന്നെ ആ ഒരു ജീവിയും വരുന്നുണ്ട്. ഡെക്കിപ്പോ പതിയെ എഴഞ്ഞു ചെന്നുകൊണ്ടിരിക്കുന്നത് അവൻ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു കെണിയുടെ അടുത്തേക്കാണ്. അങ്ങനെ അവസാനം ആ ഒരു കെണിയുടെ അടുത്ത് അവൻ എത്തിയിട്ടുണ്ട്. അവനിപ്പോ പതിയെ ആ കെണിയുടെ ഉള്ളിലൂടെ മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു കുഴിയുടെ മറുഭാഗത്തായിട്ട് ഡെക്കിരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു ജീവിയോട് എന്നെ വന്ന് കൊല്ലടാ, എന്നെ വന്ന് കൊല്ലടാന്ന് പറയാണ്. ഡെക്ക് ഇങ്ങനെ പറയാൻ കാരണം അവൻ ഒരുക്കിയ ആ ഒരു കെണിയിലേക്ക് ആ ഒരു ജീവി വന്ന് കയറണം. ഇപ്പൊ പ്രൊഡേറ്റർ ഡെക്കിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പ്രൊഡേറ്റർ അവിടെ ഉണ്ടായിരുന്ന വേരിലായിട്ട് കൂർത്ത കമ്പുകൾ കാണുന്നത്. ഇത് കണ്ടപ്പോ പ്രൊഡേറ്ററിന് മനസ്സിലായി ഇതൊരു കെണിയാണ്. ഈ പ്രൊഡേറ്റർ ആണെങ്കിൽ അത് വെറും ഒരു ജീവിയല്ല, അതിന് മനുഷ്യനെ പോലെ ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു കാര്യം ഇവ മനസ്സിലാക്കിയില്ല. ഇപ്പൊ പ്രൊഡേറ്റർ ആണെങ്കിൽ ആ ഒരു വഴി കൂടെ പോകാതെ മറ്റൊരു വഴി കൂടെ അവന്റെ അടുത്തേക്ക് പോവാണ്. ഇത് കണ്ട് അവനാണെങ്കിൽ ഞെട്ടിപ്പോവാണ്. അവന്റെ പദ്ധതികളെല്ലാം പാളിയില്ലെന്ന് വിചാരിച്ച് ഇപ്പോ മറ്റൊരു ഭാഗത്തൂടെ പ്രൊഡേറ്റർ അവന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഡെക്കിന്റെ തൊട്ടു മുന്നിലായിട്ട് ആ ഒരു ജീവി വന്ന് നിൽക്കുകയാണ്. പക്ഷേ ഇതായിരുന്നു ഡെക്കിന്റെ യഥാർത്ഥ പദ്ധതി. അതായത് ആ കൂർത്ത കമ്പുകൾ കാണുമ്പോൾ അതൊരു കെണിയാണെന്ന് ഈ ഒരു ജീവിക്ക് മനസ്സിലാവും. അപ്പൊ പ്രൊഡേറ്റർ മറ്റൊരു ഭാഗത്തുകൂടി വരും. ഇപ്പോ ആ ഒരു ജീവി നിൽക്കുന്നതിന്റെ തൊട്ട് മുകളിലായിട്ടാണ് ഡെക്ക് നേരത്തെ വലിച്ചു കയറ്റിയ ആ ഒരു മരക്കഷ്ണമുള്ളത്. ഡെക്ക് പിന്നീട് ഒന്നും ആലോചിച്ചില്ല. ആ കയറുമായിട്ട് ബന്ധിപ്പിച്ചിരുന്ന തടിക്കഷ്ണം അവനങ്ങ് നീക്കിക്കളയാണ്. അതേ സമയത്ത് തന്നെ ആ വലിയ തടിക്കഷ്ണം വന്നിട്ട് ആ ഒരു ജീവിയുടെ ദേഹത്തേക്ക് വന്ന് വീഴുവാണ്. ആ വലിയ തടിക്കഷ്ണത്തിന്റെ അടിയിൽ ആ ഒരു ജീവി പെട്ടുപോയി. അങ്ങനെ ഒരുപാട് ക്ഷീണിതനായ ഡെക്കിപ്പോ അവിടെ ചാരിയിരുന്ന് വിശ്രമിക്കുകയാണ്. ഇതേ സമയത്താണ് ആ ഒരു ജീവിയുടെ കരച്ചിൽ കേൾക്കുന്നത്. ഇതിനിയും ചത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കല്ലും എടുത്തുകൊണ്ട് ഡെക്ക് അതിന്റെ അടുത്തേക്ക് ചെന്ന സമയത്ത് ആ ജീവി അതിന്റെ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഡെക്ക് ആ കല്ല് ആ ജീവിയുടെ തലയിലേക്ക് ഇട്ടില്ല. ഇതേ സമയത്താണ് ആ ജീവി അതിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോക്സ് തുറക്കുന്നത്. പിന്നീട് ആ ബോക്സിൽ ആ ഒരു ജീവിയാണെങ്കിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോ ഡെക്കിന് എന്തൊക്കെയോ സംശയം തോന്നി. അവനാണെങ്കിൽ അത് എന്താണെന്ന് സൂക്ഷിച്ചു നോക്കുവാണ്. ഇപ്പോ ഡെക്കിന് മനസ്സിലായി അത് വളരെയധികം അപകടം പിടിച്ച ഒരു ടൈം ബോംബാണെന്ന്. ഈ പ്രൊഡേറ്റേഴ്സ് ഒക്കെ മരിക്കുമെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അവ സ്വന്തമായിട്ട് തന്നെ സൂയിസൈഡ് ചെയ്യും. അവരുടെ ശരീരത്തിൽ തന്നെ അങ്ങനെ ഒരു ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെയാണ് ഇപ്പൊ പ്രൊഡേറ്റർ ഓൺ ആക്കിയത്. കാര്യം മനസ്സിലാക്കിയ ഡെക്കിപ്പോ വളരെയധികം വേഗത്തിൽ തന്നെ അവിടെ നിന്നും ഇറങ്ങി ഓടുവാണ്. അവന്റെ സർവ്വശക്തിയും എടുത്ത് അവൻ മുന്നോട്ടേക്ക് ഓടി. അപ്പോഴേക്കും ആ ഒരു ബോംബ് ആക്റ്റീവായിട്ട് അത് പൊട്ടിത്തെറിച്ചിരുന്നു. ഡെക്ക് വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പൊത്തിലേക്ക് ചാടി ഇറങ്ങുവാണ്. ഈ ഒരു ബ്ലാസ്റ്റ് ദൂരെ നിന്നുകൊണ്ട് ഒരു ഹെലികോപ്റ്റർ ടീം കാണുന്നുണ്ടായിരുന്നു. പിന്നീട് വേഗം തന്നെ അവര് അങ്ങോട്ടേക്ക് വരികയാണ്. അവരിപ്പോ അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം കത്തി നശിച്ചിട്ടുണ്ട്. അതിനിടയിലായിട്ട് ദേഹത്ത് നിറയെ ചാരവുമായിട്ട് ഒരു മനുഷ്യനെ ഇവര് കണ്ടു. അത് മറ്റാരുമായിരുന്നില്ല, ഡെക്ക് തന്നെയായിരുന്നു. പിന്നീട് ഡെക്കിനെ ആ ഒരു ഹെലികോപ്റ്ററിൽ കയറ്റിക്കൊണ്ട് അവരവിടെ നിന്നും പോവാണ്. അതായത് ആ ഒരു ടീമിൽ ഡെക്ക് മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. സത്യത്തിൽ ആരാണ് ഈ പ്രൊഡേറ്റർ? അവരെവിടെ നിന്നാണ് വരുന്നത്? അവരെന്തിനാണ് വരുന്നത്? ഇതിനെ പറ്റിയിട്ടുള്ള മറ്റൊരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതാണ്. അത് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ് ചെയ്തേക്കണേ. പലരും സബ് ചെയ്യുന്നില്ല. നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ, ബായ്.